നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ചൂലൂർ പ്രധാന ജുമാ മസ്ജിദിന് സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ വായനാദിന സമാപന സമ്മേളനം മികച്ച രീതിയിൽ ആഘോഷിച്ചു. തൃശൂർ മണ്ണുത്തിയിൽ 57 ഗ്രാം MDMA-യുമായി 3 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. സൗദിയിലെ വാഹനാപകടത്തിൽ നാട്ടിക സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. വാർത്തകൾ വിശദമായി. ചൂലൂർ ജുമാ മസ്ജിദിന് സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ചൂലൂർ ജുമാ മസ്ജിദിന് സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ചന്ദ്രാപ്പനിൽ നിന്നും തൃപ്പയാറിലേക്ക് പോകുകയായിരുന്ന കാറാണ് ചൂലൂർ ജുമാ മസ്ജിദിന് സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് തലകീഴായി മറിഞ്ഞത്. ഇന്നുച്ചയ്ക്ക് 2 മണിക്കാണ് സംഭവം. ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. വാഹനം തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറാഞ്ഞത് വൻ അപകടം ഒഴിവാക്കി. ഡ്രൈവറെ തൊട്ടടുത്തുള്ള വലപ്പാട് ആശുപത്രിയിൽ നിസ്സാര പരിക്കുകളോടെ പ്രവേശിപ്പിച്ചു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ വായനാദിന സമാപന സമ്മേളനം മികച്ച രീതിയിൽ ആഘോഷിച്ചു. പ്രധാനാധ്യാപിക CJ ജെന്നി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് സജനി മുരളി അധ്യക്ഷത വഹിച്ചു. വായനാ ദിനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം എഴുത്തുകാരിയും സിനിമാ താരവും സാമൂഹ്യ പ്രവർത്തകയുമായ ജോളി ചിറയത്ത് നിർവഹിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വിദ്യാലയത്തിൽ സൗഹൃദപരമായ അന്തരീക്ഷം ഉണ്ടാകണമെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യപരമായ മത്സരങ്ങൾ ഉണ്ടാകണമെന്നും തങ്ങളുടെ മുന്നിൽ വരുന്ന മനുഷ്യരെ വായിച്ചെടുക്കാനുള്ള കഴിവ് ഓരോരുത്തരും ഉണ്ടാക്കണമെന്നും ജോളി ചെറിയത് കുട്ടികളോട് പറഞ്ഞു. നന്നായി പഠിപ്പിക്കുക എന്നതിലുപരി ഒരു മനുഷ്യൻ പഠിച്ച മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം നന്നായി പെരുമാറുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ നന്നായി പെരുമാറാൻ ഒരു മനുഷ്യനെ പരിശീലിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. അത് 100 മാർക്ക് വാങ്ങുന്നതൊന്നുമല്ല. അങ്ങനെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞാലും അതിലൊരു കാര്യമില്ല. പക്ഷെ നന്നായി പെരുമാറാൻ മനസ്സിലാക്കുന്ന ഒരാൾക്ക് എവിടെയും ഉയർന്നു പോകാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യങ്ങൾ, വലിയ ബുദ്ധിയും എന്തോ സ്പെഷ്യാലിറ്റി ഒന്നും വേണ്ട. നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി കഴിവൊന്നും വേണ്ട. നമ്മളെ തിരിച്ചറിയാന്നുള്ളതാണ്. ഞാൻ എന്താ, ഞാൻ എവിടെ നിന്ന് വരുന്നത്, എന്താ എൻ്റെ പ്രശ്നം, എന്താ എൻ്റെ കുറവ്. ഈ കുറവിന് ഇവിടെ വന്ന് പറയാനും അതിനെ തിരുത്താനുമാണ് നമുക്ക് എൻ്റെ സ്കൂള്. സ്റ്റാഫ് സെക്രട്ടറി PR പ്രിയ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. UP വിഭാഗം കുട്ടികൾ വായനാ ദിനത്തോടനുബന്ധിച്ച് ദൃശ്യാവിഷ്കാരം നടത്തി. മതമൈത്രി വായന, വായനാ ചങ്ങല തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളാണ് വായനാ ദിന സമാപനത്തോടനുബന്ധിച്ച് സ്കൂളിൽ അരങ്ങേറിയത്. വായനാ ദിനം കൺവീനർ CA ഷീല ടീച്ചർ ചടങ്ങിന് നന്ദി പറഞ്ഞു. തൃശൂർ മണ്ണുത്തിയിൽ 57 ഗ്രാം MDMA-യുമായി 3 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി വടക്കുചേരി ദേശീയപാത മുടിക്കോട് ആഡംബര വാഹനത്തിൽ കടത്തുകയായിരുന്ന 57 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. വെളപ്പായ സ്വദേശി അഭിജിത്ത്, മുതലമട സ്വദേശി ദിലീപ്, ഒറ്റപ്പാലം സ്വദേശി പ്രജിത്ത് എന്നിവരാണ് പിടിയിലായത്. സൗദിയിലെ വാഹനാപകടത്തിൽ നാട്ടിക സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. സൗദി അറേബ്യയിലെ ദമാമിന് സമീപം ഹുറൈറയിൽ ദമാം റിയാദ് ഹൈവേയിൽ വെച്ചാണ് വാഹനാപകടം നടന്നത്. തൃശൂർ നാട്ടിക സ്വദേശി കല്ലിപ്പറമ്പിൽ സിദ്ദീഖ് അസൈനാറിന്റെ കുടുംബമാണ് ഇന്ന് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്. സിദ്ദീഖിന്റെ ഇരട്ടക്കുട്ടികളിൽ ഒരാളായ അർഹാന ഷെറിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. പെരിഞ്ഞനം പഞ്ചായത്തിലെ 8-ാം വാർഡിലെ ലക്ഷ്മി അംഗനവാടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പെരിഞ്ഞനം 8-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ ധർണയും ജാഥയും നടത്തി. ഇടതും വലതും കാണുന്നില്ലേ?
പെരിഞ്ഞനം കോവിലകം സെന്ററിൽ നിന്ന് ആരംഭിച്ച സമരം BJP കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി നിശാന്ത് ഈരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ കമ്മാറ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി KB അജയഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ഹർഷൻ, BJP മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഭരണകൂടത്തിനോടുള്ള താക്കീതാണ്, വെല്ലുവിളിയാണ്. ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ആവശ്യപ്പെടാനുള്ളൂ. ഞങ്ങളാരും ഈ സമരം കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നില്ല. SNDP കയ്പമംഗലം ബീച്ച് ശാഖ ഗുരുമന്ദിരത്തിൽ ഗുരുദേവന്റെ 11ാമത് പ്രതിഷ്ഠാദിനം ആചരിച്ചു. പ്രമോദ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരു ഗണപതി പൂജ, പ്രതിഷ്ഠാദിന ഗുരുപൂജ, അഷ്ടോത്തര നാമാവലി, അർച്ചന, ഗുരുദേവ കീർത്തന പാരായണം, ദൈവദശകം, സാമൂഹ പ്രാർത്ഥന എന്നിവ നടത്തി. ശാഖാ പ്രസിഡന്റ് ശങ്കരനാരായണൻ, സെക്രട്ടറി രമേശ്, വൈസ് പ്രസിഡന്റ് PV അനിൽ, വനിതാ സംഘം പ്രസിഡന്റ് റീന അനിൽ, സെക്രട്ടറി പ്രീത പ്രദീപ്, ട്രഷറർ സതി സുബ്രഹ്മണ്യൻ, യൂണിയൻ കമ്മിറ്റി അംഗം MC ദിനേശ്, MK ഹരിദാസ്, KG സജയൻ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 2025-26 അധ്യയന വർഷത്തെ പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം GFLP പള്ളിപ്പുറം സ്കൂളിൽ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇന്ദു ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹരികൃഷ്ണൻ മാഷ് നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂലൂർ ജുമാ മസ്ജിദിന് സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ വായനാദിന സമാപന സമ്മേളനം മികച്ച രീതിയിൽ ആഘോഷിച്ചു. തൃശൂർ മണ്ണുത്തിയിൽ 57 ഗ്രാം MDMA-യുമായി 3 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. സൗദിയിലെ വാഹനാപകടത്തിൽ നാട്ടിക സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.